എസ് ഷീജ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷീജ, രണ്ട് വിഷയത്തിലുള്ള ചാണ്ടി ഉമ്മന്റെ പ്രതികരണങ്ങളാണ് നമ്മൾ കേട്ടത്. ഒന്ന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിലും മറ്റൊന്ന് KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തുടക്കം മുതൽ തന്നെ കോൺഗ്രസിലെ അതൃപ്തി പ്രകടമാക്കി നേതാക്കൾ പുറത്തു വന്നിരുന്നു. ഇപ്പോഴും അത് തുടരുന്നു എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ചാണ്ടി ഉമ്മന്റെ ഭാഗത്തുനിന്നുണ്ടായ വാക്കുകൾ. അതായത് പാലക്കാട് തന്നെ പൂർണ്ണമായും അവഗണിച്ചെന്നും തെരഞ്ഞെടുപ്പായതുകൊണ്ട് മാത്രമാണ് മിണ്ടാതിരുന്നതുമാണ് ചാണ്ടി ഉമ്മൻ ഇപ്പോൾ പ്രതികരിച്ചത്. തീർച്ചയായും അരിയായതായാലും കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയുള്ള പ്രതിഷേധം, അതൃപ്തി അത് പരസ്യമാക്കുകയാണ് ചാണ്ടി ഉമ്മൻ. പ്രത്യേകിച്ചും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ വിഷയത്തിൽ അദ്ദേഹം നടത്തിയ പ്രതികരണം എന്ന് പറയുന്നത്, മാധ്യമപ്രവർത്തകർ ചോദിച്ചത്, ഒരു ദിവസം മാത്രമാണല്ലോ താങ്കൾ അവിടെ പ്രചരണത്തിനായി എത്തിയിട്ടുണ്ടായിരുന്നത്, എന്തെങ്കിലും തരത്തിലുള്ള അതൃപ്തി ഉണ്ടായിരുന്നോ എന്നുള്ളത് ചോദിച്ചു. ഈ ഒരു സാഹചര്യത്തിലാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എല്ലാവർക്കും ചുമതല നൽകിയിരുന്നു. പക്ഷേ തനിക്ക് മാത്രം അത്തരത്തിൽ ചുമതലകൾ ഒന്നും തന്നെ നൽകിയിരുന്നില്ല. അത് തിരഞ്ഞെടുപ്പായതുകൊണ്ട് ആണ് അന്ന് ഒന്നും പറയണ്ട എന്ന് കരുതിയത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പ്രതികരണം നടത്താൻ താൻ തയ്യാറല്ല ഇപ്പോൾ എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നു. മറ്റൊന്നും പുനഃസംഘടനയാണ്. പുനഃസംഘടനയുടെ കാര്യത്തിൽ ഏതായാലും അദ്ദേഹം വ്യക്തമാക്കിയത്, എല്ലാവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പുനഃസംഘടനയിൽ ചെയ്യേണ്ടത്. പ്രത്യേകിച്ചും ഉമ്മൻചാണ്ടിക്കും K കരുണാകരനും ഒപ്പം നിന്നവരെ തഴയപ്പെട്ടു, അവർ തഴയപ്പെടുന്നു എന്നുള്ളൊരു പരാതി അത് തനിക്കും ലഭിച്ചിട്ടുണ്ട്. താഴെത്തട്ടിൽ വരെ പാർട്ടിക്കാരെ രണ്ടായി പരിഗണിക്കുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇതിന് മാറ്റം ഉണ്ടാകേണ്ടതാണ് എന്നുള്ള കാര്യം കൂടി പറയുന്നു. പക്ഷേ പുതിയ നേതൃത്വം വന്നതിന് ശേഷമാണല്ലോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, മാറ്റിനിർത്തലുകൾ ഉള്ളത്. അതുകൊണ്ട് നേതൃസ്ഥാനത്ത് മാറ്റമുണ്ടാകണം എന്നുള്ളതാണോ താങ്കളുടെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ, അത്തരത്തിൽ സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണമെന്നല്ല, പക്ഷേ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രീതിയിലേക്ക് പുനഃസംഘടന മാറേണ്ടതുണ്ട് എന്ന് കൃത്യമായ കാര്യം തന്നെയാണ് അദ്ദേഹം രേഖപ്പെടുത്തുന്നത്. തീർച്ചയായും ഷീജ, ഈ KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട സുധാകരനെ മാറ്റണമെന്ന സതീശൻ അടക്കമുള്ള ഒരു വിഭാഗം പറഞ്ഞിരുന്നു. അപ്പോഴും ഈ ചാണ്ടി ഉമ്മന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം സുധാകരനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ട സാഹചര്യം ഇല്ലെന്നാണ്. കഴിഞ്ഞ ദിവസം മുരളീധരനും സമാന രീതിയിലുള്ള പ്രതികരണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ശരി, എസ് ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.